ഇത് രാജു ഇവളും കൂടെ ചെയ്ത ചതിയാ. വെറുതെ കിടന്ന് ചലിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോ. അമ്മ ഇറക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ നോക്ക്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. എനിക്കൊന്നും പറയാനില്ല. മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? ഒന്ന് അടങ്ങൂ. എന്തൊക്കെ സാർ ഈ കേൾക്കുന്നേ? അത് കേൾക്കാനും പറയാനും അത്ര സുഖമുള്ള കാര്യമല്ല സാർ. സാറിനുണ്ടായിരുന്ന ബഹുജന പിന്തുണയും ആദർശശുദ്ധിയൊക്കെ നഷ്ടപ്പെടുകയാണ് സാർ. അംബികാവർമ്മ ചോദ്യപേപ്പർ അട്ടിമറിച്ചു. അംബികാവർമ്മയ്ക്ക് അതിൽ നേരിട്ട് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അംബികാവർമ്മയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ നേരിട്ട് വന്നത്. സാധ്യമല്ല സർ, സിറ്റുവേഷൻ വളരെ മോശമാവുകയാണ്. വെറുതെ എതിർക്കരുത്. എനിക്ക് സാറിനെ ധിക്കരിക്കേണ്ടി വരും. സാർ ഇപ്പോൾ മിനിസ്റ്റർ അല്ലെങ്കിലും സാറിനോട് ഞങ്ങൾക്ക് സ്നേഹവും ആദരവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. മാഡം, ദയവ് ഇത് ഞങ്ങളോടൊപ്പം വരണം. എല്ലാവർക്കും ഇപ്പൊ തൃപ്തിയായല്ലോ. എന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? അതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? നിന്റെ അമ്മ കാശ് മേടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി. അതിനെ അവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതല്ല, അറസ്റ്റ് ചെയ്യിപ്പിച്ചതാ. നീയും ഇവനും ഇതിന്റെ പിന്നിൽ. ഇതിപ്പോ അങ്ങാടി തോറ്റന് അമ്മയുടെ നേരെ എന്ന് പറയും പോലെ ആയാലോടാ. ഇത് രാജു ഇവളും കൂടെ ചെയ്ത ചതിയാ. വെറുതെ കിടന്ന് ചലിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോ.
അമ്മ ഇറക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ നോക്ക്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. അവൻ പോയിട്ട് ഒരു കാര്യമില്ല. രാജു, നീ നമ്മുടെ അഡ്വക്കേറ്റിനെ കൂട്ടിച്ചല്ല, നീയും കൂടെ ചെല്ല. ശരി അച്ഛാ. ഹലോ, റെസ്റ്റോറൻ്റ് അല്ലേ? ഇത് റൂം നമ്പർ 17 നിന്നാണേ വിളിക്കുന്നത്. ഒരു ഓർഡർ ഉണ്ടേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ നമുക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. ചിക്കൻ അൽഫാം, ചിക്കൻ 65, ഫുൾ തന്നെ വേണം. പിന്നെ താറാവ് റോസ്റ്റ്, നെയ്മീൻ ഫ്രൈ, 5 ചപ്പാത്തി, 5 പൊറോട്ട. സൂപ്പോ? സൂപ്പാണെങ്കിൽ മട്ടൺ സൂപ്പ് മതി. നാട്ടുകാരെടുത്തിട്ട് സൂപ്പാക്കും. പിന്നെ വെജിറ്റബിൾ സലാഡ് കൂടി വേണം. അതെ, റൂമിലേക്ക് തന്നെ. ശരി. ജേട്ടന് വേറെ വല്ലതും വേണമായിരുന്നോ? തൽക്കാലം എനിക്കൊന്നും വേണ്ട, പക്ഷേ പിറകെ വരേണ്ടി വരും. ഒരു ആംബുലൻസ്. ആംബുലൻസോ? അതെന്തിന്? മന്ത്രി അംബിക വർമ്മയുടെ പി ആയതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി എന്റെ എല്ലാം കൂടെ തല്ലി പിടിക്കും. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി ഒരു ആംബുലൻസ് വേണ്ടേ? ജേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഈ നെകളിപ്പും പത്രാസൊക്കെ പരിധി വിട്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ കരുതിയതാ പണി പാല് വെള്ളത്തിൽ കിട്ടുമെന്ന്. ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ജേട്ടാ. കഞ്ഞിയും പയറും വാട്ടുകപ്പയും കണ്ണിമാങ്ങ അച്ചാറും കഴിച്ചു കിടക്കേണ്ട നീ ചിക്കൻ ഡിപ്പി ടോസും മട്ടൻ കുപ്പി കിസും ഒക്കെ ഓർഡർ ചെയ്യപ്പോഴേ ദൈവം ഒരു പണി തന്നതാ. ദൈവം എന്ത് പണി തന്നുന്നാ? എന്റെ ബോസ് മിനിസ്റ്റർ അംബിക വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ദൈവമേ, എവിടെ ഓടിയായ? അയ്യോ, അപ്പൊ ആയിസറ്റ ഭരണമല്ലായിരുന്നല്ലേ? ജേട്ടാ എന്തിനാ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്ത്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, വൻ അഴിമതി നടത്തിയതാ ന്യൂസ്. പിന്നെ മന്ത്രി അംബികയുണ്ട്, അഴിമതിക്കുന്നതിൽ കുറവും വരില്ലല്ലോ. ആ സെക്രട്ടേറിയറ്റ് വിഴുങ്ങുമെന്നായിരുന്നു എന്റെ പേടി. ദൈവമേ, ജേട്ടന്റെ പണി പോവോ? പണിയൊക്കെ എപ്പോഴേ പോയി. പോലീസ് എന്നെ പൊക്കുമെന്ന എന്റെ പേടി. അതിന് മന്ത്രി കട്ടതിന് ജേട്ടനെ പിടിക്കുന്ന എന്തിനാ? എംബ്രാൻ കട്ടുഭജിച്ചാൽ അമ്പലവാസിയും കട്ടുഭജിക്കുമെന്നല്ലേ പ്രമാണം. ആ വകയില് എന്നെ പിടിച്ചകത്താക്കും. കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ ജേട്ടാ, ഒന്നും സംഭവിക്കില്ല. അവര് പുല്ല് പോലെ പുറത്തിറങ്ങും. സാർ